നമ്മുടെ ധനകാര്യ മേഖല അതിശക്തമായ കടന്നാക്രമണങ്ങൾക്ക് വിധേയമാവുന്നൊരു ഘട്ടമാണ്. കേരളത്തിലാണ് അത് കുറച്ചെങ്കിലും ഐസൊലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. ധനകാര്യ മേഖല എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പം വൻകിട ബിസിനസ് ഹൗസുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, കടന്നു വരാൻ പറ്റുന്നത് ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന മേഖല കിട്ടുന്നതാണ് അവർക്ക് സൗകര്യത കടന്നു വരാൻ അവരാഗ്രഹിക്കുന്നു. നമ്മുടെ സഹകരണ മേഖലയുണ്ട്. സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന KSFE പോലെയുള്ള ഏറ്റവും ശക്തമായ ചിട്ടി പ്രധാനമായും മറ്റ് ധനകാര്യ ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്. KFC പോലെയുള്ള നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ സ്ഥാപനമുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതേപോലെയില്ല പൊതുമേഖല എന്ന നിലയിൽ. വാസ്തവത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ സ്ഥാപനങ്ങളുടെ കണക്ക് നിങ്ങൾ നോക്കിയാൽ സംസ്ഥാന ബജറ്റിൻ്റെ അത്രയും തുക ഏകദേശം കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ചും ധനകാര്യ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ. ഈ കഴിഞ്ഞ വർഷം നമ്മൾ 1.25 ലക്ഷം കോടിയാണ് ആകെ സംസ്ഥാന ബഡ്ജറ്റിൻ്റെ ഭാഗമായി ചിലവാക്കിയത്. ഈ വർഷം 2 ലക്ഷം കോടിയിലേക്ക് എത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ചുള്ള ബഡ്ജറ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കേരളം ഒരു വളർച്ചയുടെ പാതയിലാണ്, വലിയ പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടുകൊണ്ട്. ഈ കേരളത്തിൽ നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ, പൊതുമേഖലയിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ KSFE ആണ് ഒന്നാം സ്ഥാനത്ത്. 1 ലക്ഷം കോടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1,04,000 കോടിയിലേക്കാണ് ടോട്ടൽ ബിസിനസ് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ KFC അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമാണ്. അത് 8,000 കോടി 9,000 കോടിയിലേക്ക് അതിൻ്റെ ബിസിനസ് എത്തുകയാണ്. അതിൻ്റെ മോഡൽ വേറെയാണ്. പ്രധാനമായിട്ടും ഫിനാൻസിംഗ് ആണ്. ഇൻഡസ്ട്രിക്കും ബിസിനസ്സിനും കൊടുക്കുന്ന ഫിനാൻസിംഗ് ആണ്. അതിൻ്റെ പലിശ ബാങ്കുകളോട് കോമ്പീറ്റ് ചെയ്യുന്ന പലിശ നിരക്കോടുകൂടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാഷണൽ സേവിങ്സ് സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് കീഴിലുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനം ചേർന്നാണ് നാഷണൽ സേവിങ്സ്, നിങ്ങൾക്കറിയാം. നാഷണൽ സേവിങ്സും ഇതേപോലെ ആകെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഒരു 10-25,000 കോടിയെങ്കിലും അതിലധികം ബിസിനസ് നടത്തുന്ന സ്ഥാപനമാണ്. ലോട്ടറി 2 ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ലോട്ടറി, വാസ്തവത്തിൽ അത് 97% ആ തുക ടാക്സായും സമ്മാനമായും ഏജൻറ്റുമാരുടെ കമ്മീഷനായി പോകുന്നതാണ്. അങ്ങനൊരു പൂളിംഗാണ് വാസ്തവത്തിൽ. ഈ ക്രൗഡ് ഫണ്ടിങ് എന്നൊക്കെ പറയുന്ന പോലെ ലോട്ടറി എന്ന് പറയുന്നതും വലിയ ഒരു തുക കൈകാര്യം ചെയ്യുന്ന മേഖലയാണ്. അതുപോലെ തന്നെ ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള പല മേഖലകൾ നമ്മുടെ ധനകാര്യ മേഖലയിൽ കേരളത്തിൽ പൊതുമേഖല കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് ഏകദേശം 1.25 ലക്ഷം കോടിയോളം രൂപ കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണ് എന്നുള്ളത് നമ്മുടെ പൊതുമേഖലയുടെ ശക്തി എടുത്തു പറയുന്നതാണ്. സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ അല്ലെങ്കിൽ കേരള ബാങ്കിൻ്റെ ബിസിനസ്സും സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളുടെ ബിസിനസ്സും വേറെയുണ്ട്. ഇതെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്, പൊതുമേഖല എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന ചോദ്യം ആൾ ഉന്നയിക്കുമ്പോഴും ഏറ്റവും വിജയകരമായി ഇത് നടത്തുന്ന ഒരു രംഗം നമുക്കുണ്ട്. അത് നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സക്സസ്ഫുള്ളായി നല്ല വിജയകരമായി നടക്കുന്നു, വിജയത്തോടുകൂടി ആളുകൾക്ക് വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. 10-ാം തീയതി ഇന്നലെ KSFEയുടെ ഗ്യാരണ്ടി കമ്മീഷൻ്റെ ഒരു ഭാഗം ഇന്നലെയാണ് അവർ കൈമാറിയത്. 80 കോടി രൂപയിലധികമാണ്. അതിനു മുമ്പും 80 കോടിയിലധികം. അത് ഗ്യാരണ്ടി തരേണ്ടതാണ്, ഗ്യാരണ്ടിയുടെ കമ്മീഷനാണ്. അപ്പോൾ ഇന്നലെ ആ കമ്മീഷൻ തരുന്ന സമയത്ത് പറഞ്ഞു ഗ്യാരണ്ടിയുടെ പേരിൽ ഈ വർഷം 3,330 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ നിന്ന് പിടിച്ചു വെച്ചേക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗ്യാരണ്ടി കമ്മീഷൻ തരുന്ന സ്ഥാപനം KSFE ആണ്. അതിനൊരു പെർസെൻറ്റേജ് ഉണ്ട്. പക്ഷേ ഗ്യാരണ്ടി കൊടുക്കുന്നു നിങ്ങൾ എന്നുള്ളത് കൊണ്ട് 10-60,000 കോടിയോളം രൂപ നമ്മൾ സംസ്ഥാന ഗവൺമെൻറ് പല മേഖലയെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഗ്യാരണ്ടി പൊളിഞ്ഞാൽ ഗവൺമെൻറ് കൊടുക്കണമെന്നാണല്ലോ അർത്ഥം. ആരെങ്കിലും പണം നിക്ഷേപിച്ചിട്ടുള്ളതിനകത്ത് ഗ്യാരണ്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ പണം കൃത്യമായി സർക്കാരും കൂടി ആ ഗ്യാരണ്ടി കൊടുക്കുന്നതാണ്. ആ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന തുക വലിയ തുകയാണ്. അതിന് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് നിങ്ങൾ സൂക്ഷിക്കണം, പ്രത്യേക ഒരു ഫണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആ ഫണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ 3,300 ചില്ലാനം കോടി രൂപ ഈ വർഷം നമ്മൾ ബഡ്ജറ്റ് തയ്യാറാക്കിയതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് പിടിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ കാണാൻ പോയി. സംസാരിച്ചതിനകത്ത് ഒന്നാമത്തെ ഡിമാൻഡ് ഈ 3,330 രൂപ 30 കോടി രൂപ നിങ്ങളിപ്പോൾ പിടിച്ചാൽ ഞങ്ങളുടെ ആകെ ബഡ്ജറ്റ് താളം തെറ്റും. എത്ര വലിയ തുകയാണെന്ന് അറിയാമല്ലോ. അതുപോലെ ചില കാര്യങ്ങൾ പറയാൻ പോയിരുന്നു. പക്ഷേ KSFEക്ക് ആ ഗ്യാരണ്ടിയുടെ ഫീസ് കൃത്യമായി അടയ്ക്കുന്നതാണ് KSFE ചിട്ടി എന്ന് പറഞ്ഞാൽ ഈ ഗ്യാരണ്ടി ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിശ്വാസം. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ KSFEയുടെ വിശ്വാസം, ആ വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ പരസ്യവാചകമുണ്ട്
KSFE ഈ നാടിൻ്റെ ധൈര്യം എന്ന പരസ്യവാചകം തന്നെ അന്വർത്ഥമാക്കുന്ന തരത്തിലേക്ക് പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് KSFEക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ ഈ പൊതുമേഖലാ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഈ ഗ്യാരണ്ടി ഉള്ളപ്പോൾ മറുവശത്ത് നിങ്ങൾക്കറിയാം എത്രയോ സ്ഥാപനങ്ങൾ പപ്പടം പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോകുന്നുണ്ട്, പണം മേടിച്ചിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. വലിയ നിയന്ത്രണമൊന്നും ഇന്ത്യയിലില്ല. ഒരൊറ്റ ബാങ്ക്, ഒരൊറ്റ ബ്രാഞ്ചും 2 ബ്രാഞ്ചും മാത്രം ഉണ്ടായിരുന്ന യെസ് ബാങ്ക് 60,000 കോടി രൂപയാണ് അവർക്ക് ഒരു ഘട്ടത്തിൽ നഷ്ടം വന്നെന്ന് പറഞ്ഞ് വലിയ വിവാദം വന്നു. അങ്ങനെ വലിയ ബിസിനസ് മാത്രം നടത്തുന്ന ചെറുകിട സ്ഥാപനങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്ന, സഹകരണ സംഘങ്ങളെ ഇല്ലാതാക്കുന്ന, ഈ പണം മൊത്തം ഒരുമിച്ച് ചേർത്ത് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വകാര്യ ബിസിനസ് മേഖലയ്ക്ക് എല്ലാ അവസരവും കൊടുക്കുന്ന ഒരു നയമാണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് നമുക്കറിയാം. വിജയ് മല്യയെ പോലെയുള്ള ആളുകൾ വിദേശത്തുനിന്ന് ഇങ്ങോട്ട് വരാത്തതുൾപ്പെടെ അവരൊക്കെ പബ്ലിക് ഫൈനാൻസ് എങ്ങനെയാണ് കൊണ്ടുപോയെന്നുൾപ്പെടെയുള്ള കാര്യം നമുക്കറിയാം. അത് വിമാന കമ്പനിയായാലും മറ്റു കാര്യങ്ങളായാലും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ പൊതുമേഖലയിൽ നടക്കുന്നത്. അവിടെ KSFE ഏറ്റവും സ്തുത്യർഹമായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന് ആളുകൾ അംഗീകരിക്കുന്നു. അതിൻ്റെ ബിസിനസ്സിൻ്റെ സൈസും സ്വഭാവവും ഒന്നും ഞാൻ പറയേണ്ടതില്ല. നമുക്കിപ്പോൾ ബ്രാഞ്ചുകളുടെ കാര്യത്തിൽ വലിയ വർധന ഈ ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. 2 സർക്കാരുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2 തുടർച്ചയായ സർക്കാരുകൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വന്നത് ഇപ്പോഴാണ്. അതിൻ്റെ ഗുണം എല്ലാ മേഖലയിലും ഉണ്ട്, KSFEയിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ KSFEയുടെ ബിസിനസ് നേരെ 1,00,000-ലധികം കോടി ആയതിന് ഒരു വലിയ പശ്ചാത്തലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ച തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ 5 വർഷം മുമ്പ്, 4 വർഷം ഈ ഗവൺമെൻറ് വന്നതിന് ആ തെരഞ്ഞെടുപ്പ് 2021 മത്സരിക്കുമ്പോൾ ഞങ്ങൾ എല്ലാ സ്ഥാനാർത്ഥികളെയും കാണാൻ ജീവനക്കാരുടെ PSC ലിസ്റ്റിൽപ്പെട്ട KSFE എംപ്ലോയീസും അതിർത്ത് മറ്റുള്ളവരും വന്നു. അവരുടെ ആവശ്യം, KSFE ലിസ്റ്റിൽപ്പെട്ടവരുടെ ആവശ്യം, ഞങ്ങളുടെ ഒരു 300 പേരെയെങ്കിലും എടുക്കണം. PSC ലിസ്റ്റുണ്ട്, ഞങ്ങളെ 300 പേരെ, നിങ്ങളൊക്കെ മത്സരിക്കുന്ന എല്ലാവരും അവർ കാണും, നിങ്ങൾ ജയിച്ചു പോകുമ്പോൾ നിങ്ങൾ ഇതെടുക്കാൻ വേണ്ടി സഹായിക്കണം. വാസ്തവത്തിൽ PSC വഴി നമ്മൾ എടുത്ത നമ്പർ അത്ഭുതകരമായ നമ്പറാണ്. നമ്മൾ ഈ സമയത്ത് എടുത്തത് 3053 പേർക്കാണ് നിയമനം കൊടുത്തത് എന്നുള്ളത്. 300 പേരെങ്കിലും എടുക്കണമെന്ന് ആഗ്രഹിച്ച സ്ഥലത്താണ് 3053 പേർക്ക് നിയമനം കൊടുത്തു എന്ന് മാത്രമല്ല PSC ലിസ്റ്റ് കുറച്ചുകൂടെ പേർക്ക് കൊടുത്തു. എല്ലാവരും ജോയിൻ ചെയ്തില്ല. 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്തും ഇതേപോലെ വലിയ നമ്പറാണ് എടുത്തത്. അന്ന് 2223 പേർക്ക് നിയമനം നൽകി. അങ്ങനെ 5276 പേർക്ക് ഈ 9.5 വർഷം കൊണ്ടാണ് KSFE എന്ന് പറയുന്ന കേരളത്തിലെ പൊതുമേഖലാ ബാങ്കുകളെക്കാളും മെച്ചപ്പെട്ട തരത്തിൽ സേവനവേതന വ്യവസ്ഥകൾ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമുക്ക് നൽകാൻ കഴിഞ്ഞത് എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. അത് തൊഴിലിൻ്റെ കാര്യമാണ്. ബ്രാഞ്ചുകളുടെ കാര്യത്തിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ നമുക്ക് വലിയ വലിപ്പം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2016-ൽ 32 ലക്ഷം ഇടപാടുകാരാണ് നമുക്കുള്ളതെങ്കിൽ ഇപ്പം 60 ലക്ഷം ഇടപാടുകാരുണ്ട്. ഇപ്പം നമ്മളൊരു ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 1 കോടി ഇടപാടുകാരിലേക്ക് എത്തുക. അടുത്തൊരു 5 വർഷം കഴിയുമ്പോഴേക്കും 2031 ആകുമ്പോഴേക്കും 2 ലക്ഷം കോടി ടേൺ ഓവറിലേക്ക് നമ്മുടെ ബിസിനസ് എത്തുക തുടങ്ങിയ ടാർഗറ്റ് വെച്ചിട്ടാണ് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത്. 1 കോടി ഇടപാടുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതിന് സംശയമില്ല. അതിനായിട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ 76 പുതിയ ബ്രാഞ്ചുകൾ നമ്മൾ ആരംഭിച്ചു. KSFEയുടെ പൊതു ബ്രാൻഡിങ്ങിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവണം എന്നാലോചിച്ചു. KSFEയുടെ പൊതു ബ്രാൻഡിങ്ങിൽ KSFE എന്ന് പറഞ്ഞാൽ ചിട്ടി എന്നൊക്കെ പറഞ്ഞ പഴയ ഒരു ഏർപ്പാടാണ് എന്നാണ് പുതിയ ചെറുപ്പക്കാർ ധരിക്കുന്നത്. വാസ്തവത്തിൽ ഷെയർ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ആകർഷണീയതയെക്കാളും വലിയ ആകർഷണീയത ഉള്ളതാണ് ചിട്ടി എന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പുതിയ തരത്തിലുള്ള ചില പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ടെക്നോ പാർക്കിൽ തന്നെ ആദ്യത്തെ അത്തരം സെൻറ്ററുകളിലെ ബ്രാഞ്ച് തുടങ്ങാനും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ മാനേജ്മെൻറ്റ് ആലോചിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വിദേശത്തുനിന്ന് ഇത് ചേരാൻ പറ്റുന്ന തരത്തിലേക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള സംവിധാനങ്ങൾ പ്രവാസി ചിട്ടി നേരത്തെ തന്നെയുണ്ട്. അതുകൂടാതെ മൊബൈൽ ആപ്ലിക്കേഷൻ ടെക്നോളജി കുറേ കാലമായിട്ട് നമ്മൾ ധാരാളം പറയുന്നുണ്ടെങ്കിലും ആ ടെക്നോളജിയുടെ കാര്യത്തിൽ വേണ്ടത്ര നമുക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയേ പറ്റൂ. ആ ടെക്നോളജിയുടെ കാര്യത്തിൽ, കമ്പ്യൂട്ടറൈസേഷൻ്റെ കാര്യത്തിൽ ആധുനിക സൗകര്യങ്ങളുടെ ഒരു പ്രശ്നവും തടസ്സവും ഉണ്ടാവരുതെന്ന സമീപനം തന്നെയാണ് ഗവൺമെൻറ് എടുത്തേക്കുന്നത് എല്ലാ സ്ഥലത്തും. ആപ്ലിക്കേഷനുകളുടെ കാര്യത്തിൽ ബാങ്കിലേക്ക് നമ്മൾ ആരും ഇപ്പോൾ പോകാറില്ല. ഇപ്പോൾ എല്ലാവരുടെയും പോക്കറ്റിൽ നിങ്ങളുടെ കയ്യിൽ ഹോട്ടലുണ്ട്, ബാങ്കുണ്ട്, ട്രെയിനുണ്ട്, വിമാനമുണ്ട്, എല്ലാം ഉണ്ട്. ബാങ്ക് എല്ലാം ഉണ്ടല്ലോ. കാരണം ഇതിനകത്തൊന്ന് കുത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. ഭക്ഷണം കഴിക്കാനായിട്ട് കൈ കഴുകി വേണമെങ്കിൽ കൈ കഴുകാതെ കഴിച്ചാൽ മതിയെന്നേ ഉള്ളൂ. ഭക്ഷണം വീട്ടിലെത്തും. ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാം, വിമാനത്തിൻ്റെ ടിക്കറ്റ് എടുക്കാം, ഹോട്ടൽ ബുക്ക് ചെയ്യാം, എന്തും ചെയ്യാം. ബാങ്കിൽ പോകുന്നത് ഇതുപോലെ, ചിട്ടി അടയ്ക്കുന്നത് അപ്പോൾ ഇതുപോലെ സൗകര്യം വേണ്ടേ? അതിനുള്ള സംവിധാനം ഏറ്റവും പുതിയ ആപ്ലിക്കേഷൻ സൗകര്യം അനുസരിച്ച് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ പവർ ആപ്പ് മറ്റും വന്നിട്ടുണ്ട്. അതുപോലെ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നമുക്ക് ഒട്ടും പുറകോട്ട് നിൽക്കാൻ പറ്റില്ല. പ്രവാസി ചിട്ടി ഉൾപ്പെടെ വന്നപ്പോഴാണ് നമ്മുടെ
ഈ ഇൻ്റർനെറ്റിൻ്റെ ബാക്ക് ബോൺ നമ്മുടെ കുറേ കാലം സംഘടന ചർച്ച ചെയ്തിരുന്ന എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മുടെ ഈ ടെക്നിക്കൽ ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ സംഘടന ചർച്ച ചെയ്തിരുന്നു എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ അക്കാര്യത്തിനകത്ത് കുറേ കാര്യങ്ങൾ വന്നു. അതുപോലെ POS മെഷീൻ കൊടുക്കുവാനും ഓഫീസ് മെച്ചപ്പെടുത്താനും ചിട്ടിയുടെ വൈവിധ്യവൽക്കരണം ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. KSFEയുടെ ബിസിനസ്സിന് നേരത്തെ വർഷാവർഷം കൊടുക്കുന്ന ഓരോ അനുവാദം ഗവൺമെൻറ് കൊടുക്കുന്ന, അല്ലെങ്കിൽ 2 വർഷത്തേക്ക് 3 വർഷത്തേക്ക് ബിസിനസ് ചെയ്യാൻ അനുവാദം കൊടുക്കുന്നതിന് കുറച്ചുകൂടി ലിബറലാക്കി കുറച്ചുകൂടി അത് ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് നിലപാടെടുത്തിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 250 കോടിയിൽ നിന്ന് ആക്കാൻ തീരുമാനിച്ച് അതിൽ നിന്ന് 200 കോടി നമ്മൾ പെയ്ഡപ്പ് ക്യാപിറ്റൽ വർദ്ധിപ്പിച്ചടക്കം ഈ സമയത്ത് തന്നെയാണ്. കുറച്ചുകൂടി വൈവിധ്യവൽക്കരണം ഈ മേഖലയെ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ KSFEയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇത് KSFE മാത്രമായി ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ സമീപനം ഇതിനകത്തുണ്ട്. പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ KSFE നന്നായി വേണം, അതുപോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വേണം എന്നൊരു കാഴ്ചപ്പാടെടുക്കുന്നതുകൊണ്ടാണ് ഇത്രയേറെ ആളുകളെ ജോലിക്കെടുക്കാനും അവർക്ക് നല്ല പോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസരം കൊടുക്കാനുമൊക്കെ നമുക്ക് കഴിയുന്നത്. ഇതൊരു മേഖലയെ മാത്രമല്ല. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രി ആണ് AK ബാലൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. എളമരം അതിനു മുമ്പ് അന്ന് MP ആയിരുന്നു, അതിനു മുമ്പ് മന്ത്രിയായിരുന്നു. ഈ ഗവൺമെൻറ്റുകളുടെ എല്ലാം അനുഭവം നമുക്കറിയാം. ഏത് ഗവൺമെൻറ് ഉണ്ടാകുമ്പോഴും ഒരു ഗവൺമെൻറ് എല്ലാം ചെയ്തു വെക്കും, തുടർന്ന് വരുമ്പോൾ ഈ സംഭവം തുടരാത്ത തരത്തിലേക്ക് ഇതിനെ മാറ്റിമറിക്കുന്നു. അതിനെതിരെ പിന്നെ അഴിമതിക്കെതിരെ ഈ നിലപാടുകൾ മറ്റൊന്നിനെതിരെ വലിയ സമരം നടത്തേണ്ടി വരിക പലപ്പോഴും തുടർച്ചയിൽ. പക്ഷേ ഇതാദ്യമായിട്ടാണ് തുടരാൻ പറ്റിയത്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും, നല്ല ആനുകൂല്യങ്ങൾ പലതും പ്രഖ്യാപിച്ചു, കിഫ്ബി നടപ്പിലാക്കി, അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു. എല്ലാം ഒന്നാം പിണറായി സർക്കാർ തുടങ്ങി വെച്ചു, കുറേയേറെ കാര്യങ്ങൾ ചെയ്തു. രണ്ടാം പിണറായി സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ ശമ്പള പരിഷ്കരണത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്നത് April 1-ാം തീയതി, അല്ലെങ്കിൽ April 1 മുതലാണ് ശമ്പളം കൊടുക്കാനായിട്ട് നിശ്ചയിച്ചത്. April 3-ാം തീയതി ഇലക്ഷൻ നടന്നു. May 20-ന് പുതിയ ഗവൺമെൻറ് വന്നു. പുതിയ ഗവൺമെൻറ് LDF ഗവൺമെൻറ് അല്ലായിരുന്നെങ്കിൽ ശമ്പള പരിഷ്കരണം നടത്തില്ല, ഇത് പൂർണ്ണമായി നടപ്പിലാക്കില്ല എന്ന് നേരത്തെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നത് നിങ്ങളും വായിച്ചിട്ടുണ്ട്. കാരണം ഇത് ഗവൺമെൻറ്റിനെ തകർക്കാനുള്ള ശമ്പള പരിഷ്കരണം എന്നാണ് അന്ന് അവർ ലേഖനം തന്നെ എഴുതിയത്. ആ ശമ്പള പരിഷ്കരണം ഇന്ത്യയിൽ ആകെ നടപ്പിലാക്കിയത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കോവിഡ് സമയത്ത്. ഇപ്പോഴും അത് പൂർണ്ണമായി നടപ്പാത്ത സംസ്ഥാനങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് വികസന കാര്യങ്ങളിൽ നടന്നിട്ടുള്ള വലിയ വികസന കാര്യങ്ങളിലെ നിലപാടുകൾ. അതുകൊണ്ടാണ് കേരളത്തിന് 1-ാം സ്ഥാനം പല മേഖലയിലും കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതിനാവശ്യമായ സ്കൂളുകൾ, കൂടുതൽ സൗകര്യങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ സൗകര്യങ്ങൾ, ആശുപത്രികളിലെ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളും അതിനാവശ്യമായ പണം മാറ്റിവെക്കുന്നത്, സർക്കാർ ജീവനക്കാർക്ക് KSFEക്ക് ഇപ്പോൾ അത് ബാധകമല്ല, ആ ഒരു പ്രശ്നം വേണ്ട. മെഡിസപ്പ് പോലെയുള്ള ചികിത്സാ പദ്ധതി, വളരെ നൂതനമായ മെഡിസപ്പ് എന്ന് പറയുന്ന വികസന പദ്ധതി ഇപ്പോൾ പുതിയ അതിൻ്റെ മെഡിസപ്പ് 2-ലേക്ക് പോവുകയാണ്. നേരത്തെ 3 ലക്ഷം വരെ ആയിരുന്നു ചികിത്സയെങ്കിൽ ആശുപത്രിയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ചികിത്സകളെ പറ്റുള്ളായിരുന്നെങ്കിൽ ഇപ്പോൾ 5 ലക്ഷം വരെയുള്ള തുകയ്ക്ക് ചികിത്സ കിട്ടുകയും ചെയ്യുന്ന ഇൻഷുറൻസ്. അത് ഒരു ആശുപത്രി പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ആശുപത്രിയിൽ ഹാർട്ടിൻ്റെ അസുഖത്തിന് പ്രവേശിച്ചാൽ വേറൊരു അസുഖം വന്നാൽ അപ്പോൾ അവിടെ കിട്ടില്ല എന്നുള്ളത് മാറ്റി മുഴുവൻ ചികിത്സയും പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ പാക്കേജാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ മെഡിസപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കിയത് ഈ ഘട്ടത്തിലാണ്. ഇങ്ങനെ പല കാര്യങ്ങളും നടപ്പിലാക്കി. ആരോഗ്യരംഗത്ത് പൊതുചികിത്സയുടെ സൗകര്യങ്ങൾ എത്രയോ വർദ്ധിച്ചു. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർജറി നടത്തുന്ന, പ്രത്യേകിച്ച് ഹാർട്ട് സർജറി നടത്തുന്ന സ്ഥലം. അവിടെയും ചില പരാതി വരാറുണ്ട്. പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പെൻസിലിനില്ല, ഇൻസുലിനില്ല എന്നൊക്കെ പരാതിയാണ്. പാരസെറ്റമോൾ ഉള്ളതെന്നാണെങ്കിൽ ഇപ്പോൾ പരാതി വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്ക് പോകുമ്പോൾ സ്റ്റെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് 2 ദിവസം മാറ്റിവെച്ചു, ഒരാഴ്ച മാറ്റിവെച്ചു. സ്റ്റെൻറ്റ് പാരാസെറ്റമോൾ ഗുളികയ്ക്ക് പകരം ഇല്ലാതെ, പണ്ട് പാരാസെറ്റമോൾ ഗുളിക ഇല്ലെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം വിലയുള്ള സ്റ്റെൻറ്റ് സൗജന്യമായി 42 ലക്ഷം കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന കാരുണ്യ പദ്ധതിയിൽ സ്റ്റെൻറ്റ് ഒരാഴ്ചയും കൂടി ചിലപ്പോൾ താമസിക്കുന്നുള്ള പരാതി. ഞാൻ പറഞ്ഞത് ഈ കേരളത്തിൻ്റെ മാറ്റം ആരോഗ്യരംഗത്ത് വന്നതുകൊണ്ടാണ് നമ്മുടെ കുട്ടികളുടെ ശിശുമരണ നിരക്കിൻ്റെ റേറ്റ് 5% കുറഞ്ഞു. അമേരിക്കയുടെ 5.7, ഇന്ത്യയുടെ ശരാശരി 25. മാതൃമരണ നിരക്ക് ലോകത്തിൽ ഏറ്റവും കുറവുള്ള ബ്രസീലാണ്. ആ ബ്രസീലിനോട് തൊട്ടടുത്താണ് നമ്മളും. പോർച്ചുഗൽ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, ഓരോ രാജ്യങ്ങൾക്ക് ഓരോ മേഖല റെക്കോർഡുണ്ട്. ലോകത്തെ ശരാശരിയിൽ ആരോഗ്യരംഗത്ത് ശിശുമരണ നിരക്കിൻ്റെ ആയാലും മാതൃമരണ നിരക്കിൻ്റെ ആയാലും ആയുസിൻ്റെ കാര്യത്തിലായാലും നമ്മൾ നിൽക്കുന്നു. എങ്ങനെയാണ്? വരുമാനം കുറവുള്ള ഒരു സംസ്ഥാനമാണെങ്കിലും എന്നുവെച്ചാൽ ശരാശരി ലോകത്തെ അമേരിക്കയുടെ വരുമാനം നോക്കില്ല, യൂറോപ്പിൻ്റെ വരുമാനം നോക്കില്ല. പക്ഷേ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ, നമ്മുടെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ അവർക്കൊപ്പം നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഈ പൊതു സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
ആ സമ്പ്രദായം കൂടുതൽ ശക്തമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കേരളത്തിൻ്റെ സാമ്പത്തിക ബദൽ കൂടുതൽ ശക്തമായിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേരളം ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണണം. കേരളത്തിൻ്റെ ഈ നിലപാടുകൾ ഇതുപോലെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട്. ഇത് ലോകത്തൊക്കെയുള്ള പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സൊക്കെ നിങ്ങളുടെ ഇൻ്റർനാഷണൽ പ്രാദേശിക കാര്യത്തിൽ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വരും. എന്തായാലും ലോകത്തൊരു കാര്യം ഇപ്പോൾ ഉണ്ട്, അങ്ങേയറ്റത്തെ അരാജകത്വ സ്വഭാവത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ലോകത്താകെ നടക്കുക. അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ ഇന്നിപ്പോൾ ഈ നോബൽ സമ്മാനം കൊടുത്തതിന് പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കണ്ടോ? നിങ്ങൾ വായിച്ചുകൊണ്ടോ ഇന്നത്തെ പത്രം? കൊടുത്തത് വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവിനാണ്. എന്തിനാണ് കൊടുത്തതെന്ന് അറിഞ്ഞില്ല. വെനിസ്വേല അമേരിക്കയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്, ഇവർക്ക് കീഴാത്ത രാജ്യമാണ്. അമേരിക്കയുടെ വെനിസ്വേലയോടുള്ള ദേഷ്യം എന്താണെന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ പെട്രോളിയം കിട്ടുന്ന രാജ്യം വെനിസ്വേലയാണ്, ഗൾഫല്ല. വെനിസ്വേലയുടെ പ്രത്യേകത വെനിസ്വേലയുടെ പെട്രോളിയത്തിനകത്ത് സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ അല്പം പണം കൂടുതലും. പക്ഷേ ഏറ്റവും താഴ്ച കുറഞ്ഞ് ഡ്രിൽ ചെയ്താൽ കിട്ടുന്ന വെനിസ്വേലയിലാണ്. ഇത് നേരത്തെ ഇഷ്ടംപോലെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്ക. ഇത് പ്രോസസ്സ് ചെയ്യുന്ന കമ്പനി ഇന്ത്യയിലുണ്ട് കേട്ടോ. റിലയൻസിൻ്റെ ജാംനഗറിലെ യൂണിറ്റിൽ വെനിസ്വേലയിൽ നിന്ന് വരുന്ന പെട്രോളിയം പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. വില കുറച്ച് കിട്ടും അവിടെ നിന്ന്. മറ്റേ ഗൾഫിൽ കിട്ടുന്നതിനേക്കാളും വില കുറച്ചാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വെനിസ്വേലയിലെ പെട്രോളിയം കമ്പനികൾ മുഴുവൻ നാഷണലൈസ് ചെയ്തു നേരത്തെ ഹ്യൂഗോ ഷാവേസിൻ്റെ സമയത്ത്. ഇപ്പോൾ അവിടെ തുടരുന്ന അതിന് തുടർച്ചയായിട്ടുള്ള പ്രസിഡന്റ് അവരുടെ രാഷ്ട്രീയത്തിനെ ഇഷ്ടമല്ലാതെ അതിനെതിരായിട്ട് നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനാണ് ഇപ്പോൾ ഇത് കൊടുത്തേക്കുന്നത്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ടീമിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്രാവശ്യം അത് കിട്ടണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചതെന്നാണ് എല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ പെട്ടെന്ന് തന്നെ ആ പാലസ്തീൻ ഇസ്രായേൽ അവിടെ ഒരു സമാധാന ചർച്ചയൊക്കെ പെട്ടെന്ന് പൂർത്തീകരിച്ചല്ലോ. അതൊക്കെ പത്രത്തിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊരു പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനം നമുക്ക് അത്ഭുതകരമായി തോന്നാം, അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യക്ക് നേരെ നടത്തുന്ന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്ന താരിഫ് നിയന്ത്രണം നമ്മുടെ ലോകത്തെ ഈ രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തുമുള്ള അരാജകത്വങ്ങളുടെ ഉദാഹരണമാണ്. ആ അരാജകത്വം ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് വെറും ഒരു ഉദാഹരണം എന്നല്ല, നമ്മുടെ സമ്പത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമല്ലാത്ത രാജ്യങ്ങളോട് ഞങ്ങളിങ്ങനെ ചെയ്യും, അത് അവരുടെ എക്കണോമിക് ക്രൈസിസ് കൊണ്ടാണ്. രണ്ടാമത് ഇപ്പോൾ അമേരിക്കയിലേക്ക് പോയ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ആളുകൾക്ക് H1B1 വിസ പുതുക്കാൻ വേണ്ടി ഏകദേശം $1 കോടി വേണം പുതുക്കണമെങ്കിൽ. പുതിയ തീരുമാനം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ തന്നെ കുടുംബങ്ങളിൽ നിന്നുള്ള പലരും വിദേശത്തുണ്ട്. ചിലർ ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ വന്നവരെ പെട്ടെന്ന് കമ്പനികൾ തിരിച്ചു വിളിച്ച് പോകണ്ട, കാരണം പോയിട്ട് വന്നാൽ വിസ പുതുക്കാൻ സമയം വേണ്ടി വരും. ഇവിടുത്തെ അവധിയെടുത്ത് ഇവിടെ വന്ന ആളുകളെ ആ പറഞ്ഞ ഡേറ്റിന് മുമ്പ് തിരിച്ചെല്ലാനും വിളിച്ചു. അപ്പം അവർ നേരിടുന്ന അവരുടെ സമീപനങ്ങളിലുണ്ടാകുന്ന പ്രശ്നമുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ സർവീസസിന്, നമ്മുടെ ഇവിടുന്ന് അയക്കുന്ന സാധനങ്ങൾക്ക് ചിലതിന് 100% വരെ നികുതി ചുമത്തുകയാണ്. അത് നമ്മളെ ബാധിക്കുന്നൊരു കാര്യമുണ്ട്. ഇതൊരു ലോകത്ത് ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും അരാജകത്വമായൊരു നിലപാടാണ്. അത് നമ്മുടെ എക്കണോമിയെ ബാധിക്കുന്ന പ്രശ്നമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ലോകത്ത് പല രാജ്യങ്ങളിലും പഴയതിനേക്കാളും ഈ നവഫാസിസ്റ്റ് എന്ന് പറയുന്ന രീതികൾ പലതും ശക്തിപ്പെട്ടു വരുന്നു. ഇതെങ്ങനെ നമ്മളെ ബാധിക്കും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, KSFക്ക് തനതായി നിൽക്കാൻ പറ്റില്ല, KSFയുടെ സാമ്പത്തിക സ്ഥിതി ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. ഈ അടുത്തിടയ്ക്ക് ഇംഗ്ലണ്ടിൽ, UK ഒരു വലിയ പ്രകടനം നടന്നു. സാധാരണഗതിയിൽ ജനാധിപത്യം കുറച്ചൊക്കെ ശക്തിപ്പെടുത്തി നിൽക്കുന്ന, സ്വതന്ത്ര അഭിപ്രായങ്ങൾ പറയാൻ സമ്മതിക്കുന്ന ഒരു നാടാണ് UK. 1.5 ലക്ഷത്തോളം പേര് പങ്കെടുത്ത ചെറുപ്പക്കാരനായ ഒരു നേതാവ്, ഫാസിസ്റ്റ് സമീപനെടുക്കുന്ന ഒരാൾ, അയാൾ വർണ്ണവെറിയൻ നിലപാടെടുത്ത്. അയാൾ പറഞ്ഞു, കുടിയേറ്റക്കാർ മൊത്തം ഇംഗ്ലണ്ടിൽ പോകണം, ഞങ്ങൾക്ക് ജോലിയില്ല, അതുകൊണ്ട് ഇവരെ മൊത്തം പുറത്താക്കണം. 1.5 ലക്ഷം പേര് പങ്കെടുത്തു. ഈ 1.5 ലക്ഷം പേര് പങ്കെടുത്ത ആ വലിയ റാലിയെ അവിടുത്തെ നേതാക്കന്മാർ സംസാരിച്ചത് കൂടാതെ വേറൊരാളൂടെ പ്രസംഗിച്ചു. ഓൺലൈനിലാണ് സംസാരിച്ചത്. പേര് ഇലോൺ മസ്ക്. എവിടെയുള്ള ആളാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇലോൺ മസ്ക് അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ഒരു ഘട്ടം വരെ പ്രസിഡന്റ് ട്രംപിൻ്റെ ഉപദേശകനായിരുന്ന ആൾ ഇപ്പോൾ പിണങ്ങി മാറിയിരിക്കുന്നു. അങ്ങേര് പറഞ്ഞിരിക്കുന്നു, ഈ വിദേശികളെ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്ന ലേബർമാരെ എന്ന് പറഞ്ഞാൽ നമ്മളുൾപ്പെടെയുള്ള ഇംഗ്ലണ്ടിൽ പോയി ജോലി ചെയ്യുന്നവരെ, ലോകത്തുനിന്ന് എല്ലാവരും ഉള്ളവരെ പുറത്താക്കണം എന്ന് അതിശക്തമായി പറഞ്ഞൊരു വലിയ റാലിയുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് കാറൽ മാർക്സിൻ്റെ പ്രശസ്തമായ രചനകളും അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രവർത്തനവും കൂടുതൽ നടന്നത് ഈ വലിയ കമ്മ്യൂണിസത്തിനെതിരെ അതിശക്തമായിട്ട് അവർ ആശയങ്ങൾക്കെതിരെ പറയുമ്പോഴും ഇംഗ്ലണ്ടിൽ പോയിരുന്നു വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. മറ്റു രാജ്യങ്ങൾ അവരുടെ രാജ്യത്തു നിന്നൊക്കെ പുറത്താക്കിയിട്ട്. അന്ന് മുതലേ ഇംഗ്ലണ്ടിന് കോളനിയൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ രാജ്യത്തിനകത്ത് ചില ചരിത്രമുണ്ട്. അവിടെ എത്രയോ വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പുറത്തു പോകണം. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവിടെ എല്ലാം ഉണ്ട്, ലോകത്തുനിന്ന് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ലോകത്ത് അവരവരുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഉണ്ടായി വരുന്ന വർഗീയതയുടെയും വംശീയതയുടെയും അംശങ്ങളുണ്ട്. ആ ഒരു വംശീയതയുടെ അംശങ്ങൾ നിൽക്കുന്നതിനൊപ്പം
അധികാരം, സാമ്പത്തിക അധികാരവും രാഷ്ട്രീയ അധികാരവും ഒക്കെ കൈയടക്കാൻ വേണ്ടി ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന നിലപാടുണ്ട്. അതാണ് ഇന്ത്യയിൽ മോഡി നടപ്പിലാക്കുന്നത്. അതൊക്കെ വിശദമായി നിങ്ങളുടെ റിപ്പോർട്ടിൽ ചർച്ച ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. ആ നിലപാടുകളുടെ ഭാഗമാണ് പൊതുമേഖലയാകെ തകർക്കാനുള്ള തീരുമാനം. ആ തകർക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അത്തരം നിലപാടെടുക്കുന്ന ഗവൺമെൻറ്റുകളെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കും. ഇന്ത്യയിൽ അത്തരം നിലപാടുകൾക്കെതിരെ ഏറ്റവും ശക്തമായ സമീപനം എടുക്കുന്ന ഒരു ബദൽ നിലപാടുള്ള സ്ഥലം കേരളമാണ് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ നവംബർ 1-ന് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയിൽ ലോകത്ത് തന്നെ അത്യപൂർവമായ ഒരു റെക്കോർഡിന് നമ്മൾ ഉടമകളാവാൻ പോവാണ്. കാരണം വെറുതെ പറയുന്നതല്ല, പ്രസ്താവനയല്ല. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദരിദ്രാവസ്ഥയിലുള്ള ആളുകളെ കണ്ടെത്തി അവരെ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിലെടുത്തത്. ഓരോ ആളുകൾക്കും പലതരത്തിലായിരിക്കും ദാരിദ്ര്യാവസ്ഥ. വീട്ടിൽ സുഖമില്ലാത്തവരായിരിക്കും, വീടില്ലാത്തവരായിരിക്കും, വരുമാനം ഇല്ലാത്തവരായിരിക്കും, ഇനി കുറച്ച് പണമൊക്കെ ഉണ്ടെങ്കിലും നോക്കാൻ ആളില്ലാത്തവരായിരിക്കും. ഇങ്ങനെ പല ആളുകളുണ്ട്. ഇവരെല്ലാം കണ്ടുപിടിച്ച് അവരെ സംരക്ഷിക്കുന്ന പരിപാടി അത് ഈ നവംബർ 1 അവരെ എല്ലാവരെയും അതിദാരിദ്ര്യത്തിൽ മുക്തമാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അതിൻ്റെ ഉൾപ്പെടെ തീരുമാനമെടുക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും പൊതുജനങ്ങളെയും പൊതുവിതരണ സമ്പ്രദായത്തെയും പൊതു ആശുപത്രികളെയും പൊതു സ്കൂളുകളെയും മെച്ചപ്പെടുത്തുന്ന ഒരു സമീപനമല്ല വേണ്ടത് എന്ന് അതിശക്തമായി പറയുകയും എല്ലാം മോണിറ്റൈസ് ചെയ്ത് എല്ലാം വിറ്റ് എല്ലാ പൊതുമേഖലയും എല്ലാം വിറ്റ് പൊതുസ്ഥലങ്ങളും വിറ്റ് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു സാമ്പത്തിക നയത്തിനെതിരെ ഒരു തുരുത്തുപോലെ കേരളം പ്രവർത്തിക്കുക. അതത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഞാൻ തുരുത്തുപോലെ എന്ന് പറയുമ്പം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഒരു മന്ത്രിയാകുമ്പോൾ വന്ന് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അതുകൊണ്ട് പറയുകയാണെന്ന് ധരിക്കേണ്ട. UPSCയുടെ കഴിഞ്ഞ വന്ന കണക്കുകളിൽ ഇന്ത്യയിലെ PSC നിയമനത്തിൻ്റെ 60% നടപ്പിലാക്കിയത് കേരളത്തിലാണ് എന്നൊരു വാർത്ത വന്നല്ലോ. നമ്മളുണ്ടാക്കിയതല്ലല്ലോ. ബാക്കിയൊക്കെ കരാറായി. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ IAS ഉദ്യോഗസ്ഥന്മാരുടെ പോസ്റ്റായിട്ടുള്ള ജോയിൻറ്റ് സെക്രട്ടറി മുതലുള്ള പോസ്റ്റുകളിലേക്ക് 5 വർഷ കരാറിലെ ആളുകൾ നിയമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോഴും ആ ഒരു ലൈനിലേക്കല്ല നമ്മൾ പോകുന്നത്. 60% പോസ്റ്റുകൾ ഈ സർക്കാർ, 2 സർക്കാരുകളും ചേർന്ന് 30,000 പോസ്റ്റുകളാണ് അധികമായിട്ട് സൃഷ്ടിച്ചത്. 30,000. ധനകാര്യമന്ത്രി എന്ന നിലയിൽ അത് ഓരോ പോസ്റ്റ് വരുമ്പോഴും അതിൻ്റെ വിഷമം നേരിടുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ചില പോസ്റ്റ് വരുമ്പോൾ നമ്മുടെ കോസ്റ്റും നമ്മുടെ നമുക്ക് വരുമാനം ഒരു വസ്തുകൂടി വെട്ടിക്കുറയ്ക്കപ്പെടുന്നു. നമ്മുടെ ചിലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കണം. പക്ഷേ ഈ പോസ്റ്റുകൾ ആവശ്യമാണ്. കാരണം 10 മെഡിക്കൽ കോളേജാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് സമയത്ത് അവർ പ്രഖ്യാപിച്ചിട്ട് പോയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കൊല്ലം മെഡിക്കൽ കോളേജ്, ഏറ്റവും കുറച്ച് വികസിച്ചത്. മറ്റു പലതുമുണ്ട്. ഇപ്പം കാസർഗോഡും വയനാടും ഉൾപ്പെടെ ഇപ്പം പുതിയ കോഴ്സ് തുടങ്ങി. മഞ്ചേരി ഉൾപ്പെടെ, ഇടുക്കി ഉൾപ്പെടെ. കൊല്ലത്തെ ബിൽഡിങ് പണിഞ്ഞ് എല്ലാം പണിഞ്ഞു, പക്ഷേ ചികിത്സ തുടങ്ങിയില്ല. മെഡിക്കൽ കോളേജായിട്ട് ഉദ്ഘാടനം ചെയ്തു. ഞാനന്ന് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അവിടെ ആദ്യത്തെ ഒരു സ്റ്റെതസ്കോപ്പും പ്രഷർ നോക്കുന്ന മീറ്ററും കൂടെ കൊണ്ടുവച്ചിട്ട് ഒരു സംവിധാനം പോലും ഇല്ലാത്ത സ്ഥലത്ത് ക്ലിനിക്കലായിട്ട് 50-100 പേരെ ചികിത്സിക്കാനുള്ള ആദ്യത്തെ വാർഡും ചികിത്സയും തുടങ്ങുന്നത് 1-ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ആണ്. അന്ന് ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ വന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തിട്ട് പോയതാണ്. അങ്ങനെ 10 മെഡിക്കൽ കോളേജ്. ഒരു മെഡിക്കൽ കോളേജിൽ എത്ര സ്റ്റാഫ് വേണമെന്ന വിചാരം? 1000 പേരെങ്കിലും മിനിമമാണ്. അങ്ങനെ 10 മെഡിക്കൽ കോളേജുകൾ, ധാരാളം പുതിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവേഷക സ്ഥാപനങ്ങൾ, ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ റിസർച്ച് സ്ഥാപനങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ വന്നു. KSFE തന്നെ സ്ട്രെങ്ത് വർദ്ധിച്ചു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ഓരോ മേഖലയിലും ആവശ്യമായ ഏറ്റവും മിനിമമായ ജോലിക്കാരെ, തൊഴിലാളികളെ, ഫാക്ടറികളിൽ തൊഴിലാളികളെ, ഉദ്യോഗസ്ഥന്മാരെ എല്ലാം എടുക്കുന്ന ഒരു നിലപാടുള്ള ഒരേ സ്ഥലം കേരളമാണ്. അത് വേണ്ട എന്ന് പറയുന്നതാണ് ഇന്ത്യയിലല്ല, മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഇതേ വഴിക്കാണ്. ഇത് സർക്കാർ ജീവനക്കാരുടെ കാര്യമാണെങ്കിൽ നമുക്ക് കേരളത്തിലെ സാമൂഹ്യക്ഷേമ പരിപാടികൾക്ക് എന്തെങ്കിലും കുറവ് വരുത്താൻ പറ്റുമോ? 62 ലക്ഷം പേർക്കാണ് 1600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നത്. 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് ചികിത്സാ പദ്ധതിയിൽ 5 ലക്ഷം രൂപ വരെ ഒരു വർഷം ചികിത്സ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 7 ലക്ഷം പേരൊക്കെയാണ് ഒരു വർഷം ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഓപ്പറേഷനൊക്കെ വിധേയമാകുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട്. അപ്പോൾ നല്ല ആശുപത്രി സംവിധാനങ്ങൾ, നല്ല സ്കൂൾ സംവിധാനങ്ങൾ, നല്ല പൊതുവിതരണം. ഇപ്പോൾ ഈ ഓണം ഒക്കെ വന്നപ്പോൾ സാധനം കിട്ടാനില്ല എന്നൊന്നും ആരും പരാതി പറയാത്ത സ്ഥിതിയൊന്നും ഇല്ലല്ലോ, അറിയാമല്ലോ. വിളിച്ചിട്ട് 5 കിലോ കൂടെ കൊണ്ടുവരി എന്നൊക്കെയല്ലേ പറയുന്നത്, അല്ലേ? എത്ര പേരാ? 10-50 ലക്ഷം പേരാണ് ഈ ഓണത്തിൻ്റെ സമയത്ത് തന്നെ നമ്മുടെ പൊതുവിതരണ സമ്പ്രദായം ഉപയോഗിച്ച്. 50-60 ലക്ഷം പേരാ. അപ്പോൾ PSC നിയമനമുണ്ട്, പുതിയ സ്കൂളുകളുണ്ട്, ആശുപത്രിയുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്ന, എല്ലാ വിഭാഗം ആളുകൾക്കും എല്ലാ സൗകര്യവും കിട്ടുന്ന തരത്തിലേക്ക് ഒരു പ്രവർത്തനം നടത്തുന്ന സർക്കാരാണ്. ആ സർക്കാർ ഇത് ചെയ്യുമ്പോൾ അതിന് പണം വേണം. അതിനാവശ്യമായ പണം നൽകാതിരിക്കാനുള്ള ശ്രമമുണ്ട്.
അപ്പോൾ ഈ സേവന മേഖല മാത്രം പോരാ എന്നുള്ള തിരിച്ചറിവ് ഈ സർക്കാരിനുണ്ട്, ഇടതുപക്ഷ സർക്കാരിന്. ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്ന സമയം ഈ ഘട്ടമാണ്. കാസർഗോഡ് മുതൽ തെക്ക് വടക്ക് നാഷണൽ ഹൈവേ, ആ നാഷണൽ ഹൈവേ കാസർഗോഡും തുടങ്ങി പാറശാല കളിയൊക്കെയോടെ അവസാനിക്കുന്നതാണ്. ഇപ്പോൾ അത് വലിയ റോഡ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഗഡ്കരി, അതുപോലെ നമ്മുടെ PWD മന്ത്രിയും കൂടി നിതിൻ ഗഡ്കരി കണ്ടു. 3 മാസത്തിനകം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു 3 മാസത്തിനകം അതിൻ്റെ 500 കിലോമീറ്റർ പൂർത്തിയാകുമെന്നാണ്. അത് കഴിഞ്ഞിട്ട് ജനുവരി ഫെബ്രുവരി പൂർണ്ണമായും പൂർത്തിയാവും. 8 മണിക്കൂർ വേണ്ട തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ. ഇത് ചെയ്യുന്നതിന് കേരളത്തിനൊരു വലിയ വില കൊടുക്കേണ്ടി വന്നു. അത് എല്ലാ സംസ്ഥാനങ്ങളിലും നാഷണൽ ഹൈവേ പണിയുന്നത് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ് പണം മുടക്കും. കേരളത്തിൽ, കാരണം അത് ടോൾ പിരിക്കുന്നതാണ്. നിങ്ങളുടെ റോഡിൽ പോയാൽ ടോൾ കൊടുക്കണം. തൃശ്ശൂർ പാലിയക്കരയൊക്കെ ടോൾ കൊടുക്കണമല്ലോ, ടോൾ കൊടുക്കണം. ഇനി ഇവിടെ പണിയുന്നതിനും ടോളുണ്ട്. NHAI ആണ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ അവർ പറഞ്ഞു ഞങ്ങളത് ചെയ്യില്ല. കാരണം കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലാണ്. ഭൂമിക്ക് വില കൂടുതലായതുകൊണ്ട് ആ പണം ഞങ്ങൾ നിക്ഷേപിച്ചാൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ സമയത്തിനകത്ത് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ പണം തരണം. അവസാനം നമ്മൾ നിർബന്ധിതമായി മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും ആലോചിച്ചിട്ട് 25% അതിന് ഭൂമി എടുക്കാനുള്ള പണം കൊടുത്തു. കാരണം നമ്മുടെ ഇവിടെ ഭൂമിക്ക് വില കൂടുതലാണ്, ഭൂമി കുറവാണ്. ഏകദേശം 6000 കോടി രൂപ അതിന് വരുന്ന 5600 ചില്ലാനും 5700 കോടിയോളം രൂപ കൊടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഗ്യാരണ്ടി കമ്മീഷൻ കഴിഞ്ഞ് 2ാമത്തെ ഡിമാൻഡ് കേന്ദ്രമന്ത്രിയെ കണ്ട് ഞങ്ങൾ വീണ്ടും പറഞ്ഞത്, ഞങ്ങൾ ഈ പണം 6000 കോടിയോളം രൂപ നാഷണൽ ഹൈവേക്ക് വേണ്ടി കൊടുത്തു. ഞങ്ങൾക്കത് പങ്കൊന്നും വേണ്ട. കാരണം പങ്ക് തരാൻ, ടോൾ പിരിക്കുന്നതിൻ്റെ പങ്ക് കിട്ടണം, പങ്ക് വേണ്ട, അത് ഫ്രീ ആയിട്ടും തരണ്ട. ഞങ്ങൾ ആ കൊടുത്ത പണം ഞങ്ങൾ കടമെടുത്ത് കൊടുത്തതാണ്. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് റോഡ് വരണം. ആ കടമെടുത്ത് കൊടുത്തത് ഞങ്ങളുടെ ദൈനംദിന ചെലവിന് വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പണമാണ്. അതുകൊണ്ട് ആ പണം അഡീഷണലായിട്ട് ബോറോ ചെയ്യാൻ സമ്മതിക്കണം. കാരണം ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനവും ഇത്രയും വലിയ തുക നാഷണൽ ഹൈവേ പണിയാൻ കൊടുത്തിട്ടില്ല. നമ്മളിത് കൊടുത്തില്ലെങ്കിൽ നാഷണൽ ഹൈവേ വരില്ല. അതാണ് കഴിഞ്ഞ ദിവസം റിക്വസ്റ്റ് ചെയ്തൊരു കാര്യം. അത് തന്നിട്ടില്ല ഇതുവരെ. തരുമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രതീക്ഷിക്കുന്നത് ഞാൻ പറയുന്നില്ല, തരുന്ന ആഗ്രഹിക്കുന്നു, തരേണ്ടതാണ്, നോക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതേപോലെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ചെയ്യുമ്പോൾ തടസ്സം വരിക. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ചെയ്യുന്ന ചില കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം കേരളം വലിയൊരു കുതിച്ചാട്ടത്തിലാണ്. ഭാവിയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ കേരളം വലിയൊരു കുതിച്ചാട്ടത്തിലേക്ക് പോകണം. കുതിച്ചാട്ടത്തിന് ഇത്തരം വികസന കാര്യങ്ങൾ വേണം. വിഴിഞ്ഞം തുറമുഖത്തിന് ഇതുവരെ ചിലവാക്കിയ പണത്തിനകത്ത് 1 രൂപ പോലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് പോലും തന്നിട്ടില്ല. തിരിച്ചടയ്ക്കേണ്ട ലോണായിട്ട് അല്ലെങ്കിൽ തിരിച്ചടയ്ക്കേണ്ട തുകയായിട്ട് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് തരുന്നുള്ളൂ. അതിനകത്ത് ഈ തുറമുഖം ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി അവരുടെ ആ ഭാഗത്ത് മുടക്കിയ 2000 കോടിയാണ്. ബാക്കി 16,000 കോടി അവിടത്തേക്കുള്ള ബാക്കി എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന ഗവൺമെൻറ് തനതായിട്ട് ഈ ബുദ്ധിമുട്ടിനിടയിലും ചെയ്തതാണ്. അതുകൊണ്ടെന്താ, ലോകത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്ന് നമ്മുടെ വിഴിഞ്ഞത്ത് വന്നു. വിഴിഞ്ഞത്തൊരു തുറമുഖം വന്നാൽ കേരളത്തിലാകെ വികസനം വരും. കാരണം 10,000 കിലോമീറ്റർ ചുറ്റുപാടും വലിയ സ്ഥാപനങ്ങൾ വരുന്നതാണ്. ഈ തുറമുഖത്തിലേക്കെന്ന് പറഞ്ഞാൽ നേരിട്ട് സാധനങ്ങൾ കയറ്റി അയക്കുക. ഞാനത് വിശദീകരിക്കുന്ന കാര്യമില്ല. മദർ ഷിപ്പുകൾ വന്നാൽ, നേരത്തെ ആണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഇവിടുന്ന് കയറ്റി അയക്കുന്ന തേയില കൊളംബോയിൽ പോയിട്ട് അല്ലെങ്കിൽ സിംഗപ്പൂരിൽ പോയിട്ട് വേറൊരു കപ്പലിൽ കയറ്റി അവിടുന്ന് റഷ്യക്കോ അമേരിക്കയ്ക്കോ പോകണം. ഇപ്പം അങ്ങനല്ല, നേരെ പോയിട്ട് വിഴിഞ്ഞത്ത് പോയി ആ കപ്പലിൽ കയറ്റിയേ പോകും. സമയത്തിൻ്റെ ലാഭമുണ്ട്, ലോഡിങ്ങിൻ്റെ ലാഭമുണ്ട്, വലിയ വ്യത്യാസം വരും. അപ്പം ചുറ്റുപാടും ധാരാളം ഫാക്ടറികൾ വരും. ആ വിഴിഞ്ഞം തുറമുഖം ഈ സമയത്ത് വന്നു. ഇതുപോലെ ധാരാളം കാര്യങ്ങൾ പുതുതായി വരുന്ന, ഇപ്പം തന്നെ KSFE ഉൾപ്പെടെ ചെറിയ ഈ പ്രവാസികൾ തിരിച്ചു വന്നവർക്ക് കൊടുക്കുന്നൊരു ലോൺ പദ്ധതി ഉണ്ടായിരുന്നു. KFCയുടെ ലോൺ പദ്ധതിയുണ്ട്. ഇത് ഈ ഫാക്ടറികളും റോഡും വന്നാൽ പോരാ, നമ്മുടെ ഇവിടെ വ്യവസായം ചെയ്യണം ആൾക്ക്. അതിന് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ചെറുപ്പക്കാർക്ക് 2 കോടി രൂപ വരെ 5% പലിശയ്ക്ക് കൊടുക്കുന്ന പദ്ധതി KFCക്കുണ്ട്. പ്രവാസികൾക്ക് തിരിച്ചു വന്നവർക്ക് 5%-നും 6%-നും കൊടുക്കുന്നൊരു പദ്ധതി നേരത്തെ ഉണ്ടായിരുന്നു, KSFEയുമായി സഹകരിച്ചുകൊണ്ട്. ഇങ്ങനെ 10,000-കണക്കിന് ആളുകൾ പുതുതായി ജോലിക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ഈ സമയത്ത് നടപ്പിലാക്കുന്നുണ്ട്. കാരണം ഇതിനൊരു കാഴ്ചപ്പാടുണ്ട് കേരളത്തെ സംബന്ധിച്ച്. ആ കാഴ്ചപ്പാട് വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ലോകത്ത് വല്ലാത്തൊരു അന്തരീക്ഷം വരുന്നുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന ആളുകളുടെ പലപ്പോഴും നേരിടുന്ന പുതിയ പ്രശ്നമുണ്ട്. ടെക്നോളജി പുതുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ പുറത്തു പോകണമെന്നില്ല. പക്ഷേ പുറത്തു പോകുന്ന ആളുകൾ പുറത്തു പോകും, പോകണ്ടെന്നല്ല. പക്ഷേ അവർക്ക് തിരിച്ചു വന്ന് ഇവിടെ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഒരുക്കണം. രണ്ടാമത്തെ പ്രധാന പ്രശ്നം കേരളം നേരിടാൻ പോകുന്നത്, നിങ്ങളും നേരിടാൻ പോകുന്നത്, കസ്റ്റമേഴ്സിൻ്റെ നമ്പറിൽ നേരിടാൻ പോകുന്നത് കേരളത്തിൻ്റെ ജനസംഖ്യാ പ്രശ്നമാണ്. കേരളത്തിൽ നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ, നിങ്ങളിൽ പലരും പഠിക്കുമ്പോൾ ഒരു വർഷം ചേരുന്നത് 6 ലക്ഷം കുട്ടികളാണ്. ഞങ്ങൾ SLCക്ക് എഴുതുമ്പോൾ 5.5 ലക്ഷം കുട്ടികളാണ് ആ വർഷം SLC എഴുതിയത്. 6 ലക്ഷം പേരും 5 ലക്ഷം പേരും SLC വരെ എത്തും. ഈ വർഷം നമ്മുടെ സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർന്നതിൻ്റെ കണക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അവിടെ അനൗൺസ് ചെയ്ത് ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ
2,86,000 പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചത് അൺഎയ്ഡഡ് ചേർത്താണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അൺഎയ്ഡഡും എയ്ഡഡും ഗവൺമെൻറ് ചേർത്താം എന്ന് പറഞ്ഞാൽ പകുതിയായി കുട്ടികൾ. 2.1 എന്ന് പറയുന്നതാണ് ഈ ജനസംഖ്യ നിലനിർത്തണമെങ്കിലുള്ള ഈ ബർത്ത് റേറ്റ് റേഷ്യോ ഫാമിലിക്ക്. കേരളത്തിൽ 1.7 ലോകത്ത് ഏറ്റവും കുറവ് ജപ്പാനാണ്, 1.4. ജപ്പാൻ്റെ സ്ഥിതി അറിയാമല്ലോ. വികസിത രാജ്യങ്ങളിൽ ഉണ്ടാകുന്നൊരു സ്വഭാവം അത്. അമേരിക്കയിലും കാനഡയിലും പിന്നെ UK-യിലും യൂറോപ്പിലും ഒക്കെ ജനസംഖ്യ കുറയുന്നത് എപ്പോഴും എക്കണോമിക് പ്രോസ്പെറിറ്റി വരുന്ന സമയത്ത് ജനസംഖ്യ കുറയും. പല ഘടകങ്ങളുണ്ട്. ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്, മദർ മോർട്ടാലിറ്റി റേറ്റ് കുറവാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു കുട്ടിയുണ്ടെങ്കിൽ പോകാം. ചിലരാണെങ്കിൽ കുട്ടികൾ വേണ്ടാന്ന് വിചാരിക്കുന്നവരുണ്ട്, മാരേജ് ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് കേരളം ഏറ്റവും സവിശേഷമായി നേരിടുന്ന ഒരു പ്രശ്നം ഡെമോഗ്രഫിയിലെ ഈ പ്രശ്നമാണ്. അത് ചെറിയ കാര്യമല്ല, രാഷ്ട്രീയത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കളയേണ്ട ഒരു വിഷയമല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ എണ്ണം ഇപ്പം തന്നെ 25% എത്തുക ആകെ ജനസംഖ്യയിൽ. 20 മേളിലായി. ഇന്ത്യ ശരാശരി അത് വളരെ കുറവാണ്. ഒരു 2030 2040 ആകുമ്പോൾ ഈ നമ്പർ കൂടും. അപ്പം ഉൽപ്പാദനം, ജോലി ചെയ്യുന്ന ആളുകളുടെ നമ്പർ കുറയുകയും പ്രായമായവരും കൊച്ചുകുട്ടികൾ കൂടുകയും ചെയ്യും. അതൊരു ചെറിയ പ്രശ്നമല്ല. ഏതൊരു ഗവൺമെൻറ്റും ഏതൊരു സമൂഹവും ഭാവിയിലേക്ക് നോക്കേണ്ട ഒരു കാര്യം എന്നല്ലേ ഞാൻ പറയുക. അപ്പോൾ അതിന് ജോലി പ്രായമുള്ളവരുടെ മാത്രം ഒരു വൃദ്ധസദനമൊന്നും ആവാൻ പറ്റില്ല ഒരു നാട്. പ്രായം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ മാറ്റമുണ്ട്. 56 വയസ്സിലും 58 വയസ്സിലും റിട്ടയർ ചെയ്യേണ്ടതൊന്നും ഒരു പ്രായമല്ല. ഇവിടെ ഇരിക്കുന്ന റിട്ടയർ ചെയ്ത നേതാക്കന്മാരെ കണ്ടറിയാം. അവർക്ക് 10, 20, 30 വർഷം ഇനിയും ജോലി ചെയ്യാം. ആരോഗ്യം എന്ന് പറയുന്നത് പഴയ ഒരു 60 വയസ്സിലോ 70 വയസ്സിലോ തീരുന്നതല്ല. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉപയോഗിച്ച് ജോലി ചെയ്യണം. അതിനും സന്ദർഭവശാൽ ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മളൊരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂ ഇന്നിങ്സ്. റിട്ടയർ ചെയ്ത് 50 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് സ്റ്റാർട്ടപ്പ് പോലുള്ള ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ന്യൂ ഇന്നിങ്സ്. അതിനകത്ത് 250 പേര് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. അത് വേറൊരു വശമാണ്. ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ജനസംഖ്യാ സ്വഭാവത്തിൽ വരുന്ന വലിയ മാറ്റം. കൊച്ചുകുട്ടികളുടെ നമ്പർ കുറയുന്നു, വർക്ക് ചെയ്യുന്നവരുടെ ഫോഴ്സ് കുറയുന്നു. അങ്ങനെ വരുമ്പം പർച്ചേസ് ചെയ്യുന്നവരുടെ നമ്പർ കുറയും, കൺസ്യൂമേഴ്സിൻ്റെ നമ്പർ കുറയും. അതൊരു പുതിയ പ്രശ്നമാണ്. അപ്പോൾ ലോകത്ത് എല്ലായിടത്തേക്കും ആളുകൾ പോവല്ല, റിവേഴ്സ് മൈഗ്രേഷൻ വേണം. ഇവിടെ കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് പിന്നെ ജോലി ചെയ്യണം. അതിന് പറ്റുന്ന സംവിധാനം വേണം. ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്പരൊക്കെ ഇച്ചിരി കുറഞ്ഞാലും മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ കുറച്ചുകൂടി നമ്മുടെ ബേസിക് റിസർച്ച്, എംപ്ലോയ്മെൻറ്റ്, അതിൽ കേരളം എഡ്യൂക്കേഷൻ ഹബ്ബാവണം, എഡ്യൂക്കേഷൻ്റെ ഹബ്ബാവണം, അതുപോലെ ഹെൽത്തിൻ്റെ ഹബ്ബാവണം എന്നൊക്കെ നമ്മൾ ബഡ്ജറ്റുകളിലും ഗവൺമെൻറ് നയം പറയുന്നുണ്ട്. കാരണം എന്താ, പുറത്തുനിന്ന് ആളുകൾക്ക് വന്ന് പഠിക്കാൻ പറ്റുന്ന, ചികിത്സയ്ക്ക് വരാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇതിനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് ഈ നാടിനെ ഡെവലപ്പ് ചെയ്യണം. ഇതെല്ലാം ചേരുന്ന കാഴ്ചപ്പാടാണ് ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത്, നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. അതിനെയൊക്കെ സഹായിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടല്ല. കാരണം കേരളത്തിൻ്റെ പ്രശ്നം ഇന്ത്യയുടെ പ്രശ്നമായിട്ട് മനസ്സിലാക്കുന്നില്ല. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്. ജനസംഖ്യ ഇങ്ങനെ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ജനസംഖ്യ ഇപ്പോഴും നിയന്ത്രിക്കപ്പെടാത്ത സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ സെക്കൻഡ് ജനറേഷൻ ഇഷ്യൂസാണ്. അത് നോക്കിയിട്ട് നമുക്ക് സമ്പത്ത് തരുന്നില്ല. നമ്മളെപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. നമുക്ക് കഴിഞ്ഞ 5, 10, 15 വർഷമായിട്ട് ഓരോ വർഷം നോക്കിയാലും സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം വെട്ടിക്കുറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് 3.82% ആയിരുന്നു. ആകെ 100 രൂപ താഴോട്ട് കൊടുക്കുമ്പോൾ 3 രൂപ 82 പൈസ നമുക്ക് തന്നുകൊണ്ടിരുന്നു. 14ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് അത് 2 രൂപ 50 പൈസയാക്കി ചുരുങ്ങി. ഈ ധനകാര്യ കമ്മീഷൻ, ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് അത് 1 രൂപ 92 പൈസയേ ഉള്ളൂ. 1 രൂപ 92 പൈസ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം കിട്ടിയത് 27,000 കോടിയാണ്. അപ്പോൾ എത്ര കിട്ടണമായിരുന്നു നേരത്തെ ഉള്ള കണക്കനുസരിച്ചാണെങ്കിൽ? അതിൻ്റെ ഇരട്ടി വരണമല്ലോ. 3.82 നിന്നാണല്ലോ ഇത്രയും കുറഞ്ഞത്. അടുത്ത ധനകാര്യ കമ്മീഷൻ ഈ ഒക്ടോബർ 31 അവരുടെ റിപ്പോർട്ട് കൊടുക്കും. ഇനി അറിയാം, നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ ഏജിങ് പോപ്പുലേഷനുണ്ട്, ഞങ്ങളുടെ ന്യൂ ബോൺസ് കുറവാണ്, ഞങ്ങളുടെ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, ഞങ്ങളുടെ ഇഷ്യൂസ് പലതും പിന്നെ നമ്മുടെ പ്രവാസികളുടെ പ്രശ്നമുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നോക്കിയിട്ടല്ല പണം കുറച്ച് വരിക. നേരത്തെ 71 ജനസംഖ്യാ നയം അനുസരിച്ചിട്ട് ജനസംഖ്യ കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പണം വെട്ടിക്കുറയ്ക്കത്തില്ല എന്നൊരു കണ്ടീഷൻ ഒന്ന് വെച്ചിരുന്നെങ്കിലും, ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് കാലത്ത് വെച്ചിരുന്നെങ്കിലും അതിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് വെട്ടിക്കുറയ്ക്കപ്പെടുന്നു. നമ്മുടെ സംസ്ഥാനത്തിന് പല കാര്യങ്ങൾ പറഞ്ഞ് കിട്ടുന്ന പണം കുറച്ചുകൊണ്ടിരിക്കുക. 4 വർഷം മുമ്പ് നമുക്ക് ഗ്രാൻഡ് ഇനത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന 31,000 കോടിയാണ്. ഈ വർഷം കിട്ടുന്നത് 7,000 കോടി താഴെയാണ്. ഗ്രാൻഡ് ഇനത്തിൽ കിട്ടിയത് മാത്രം കഴിഞ്ഞ 4 വർഷം കൊണ്ട് വെട്ടിക്കുറച്ചാണ് സംസ്ഥാന ഗവൺമെൻറ് കിട്ടുന്നത് ഈ കുറഞ്ഞത്. കടമെടുക്കാനുള്ള പരിധി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ തരുന്ന നികുതി കൂടാതെ പിന്നെ ഈ നോൺ ടാക്സ് എന്ന് പറയുന്ന മറ്റു വരുമാനങ്ങൾ, ജിയോളജി അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ലൈസൻസ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ടാക്സിൻ്റെ വിഹിതം നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നതിന് ഞാൻ ഈ പറഞ്ഞ 1.82 ഇപ്പോൾ കിട്ടുന്ന 92 ഇപ്പോൾ കിട്ടുന്ന പോലുള്ള വിഹിതം. കേന്ദ്ര ഗവൺമെൻറ് തരുന്ന ഗ്രാൻറ്റുകൾ.
പിന്നെ നമുക്ക് കടമെടുക്കാനുള്ള ഒരു കണക്ക്. കടമെടുക്കുന്നതിനൊരു കണക്കുണ്ട്. ഒരാൾക്ക് 100 രൂപ വരുമാനം ഉണ്ടെങ്കിൽ 3 രൂപ കടമെടുക്കാം. 30 രൂപ എടുക്കുന്നവരോടാ ഞാനീ പറയുന്നത്. 100 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 30 രൂപ നമ്മൾ അടയ്ക്കാമെന്ന് പറഞ്ഞ് എടുക്കുമല്ലോ. ഹൗസിംഗ് ലോണൊക്കെ അങ്ങനെ എടുക്കുന്നത്. പക്ഷേ 3 രൂപ 100 രൂപയ്ക്ക് 3 രൂപ എടുക്കാനേ ഉള്ളൂ. അതാണ് 3% ഓഫ് ദ GSDP. ചില സമയത്ത് അത് 3.5, കോവിഡ് സമയത്ത് അത് 5 വരെ തന്നായിരുന്നു. പക്ഷെ ഇപ്പം 3 ഉള്ളൂ. ആകെ കടം നിങ്ങൾക്ക് 100 രൂപ ഒരു വർഷം വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ കടം കൂടി ചേർന്നിട്ട് അത് 30-നപ്പുറം പോകരുത്. കോവിഡ് സമയത്തേക്ക് അത് കൂടിപ്പോയായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് പക്ഷേ അത് 56. കേരളത്തിന് ഇപ്പം 34, 39 താഴോട്ട് വന്നു. അപ്പോൾ കടത്തിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കുറവുണ്ട്. ആ കടമെടുക്കാനുള്ള അവകാശവും മറ്റ് വരുമാനം വേണ്ട, അതെല്ലാം വെട്ടിക്കുറയ്ക്കപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കിട്ടുന്ന നികുതിയുടെ കാര്യത്തിൽ കുറഞ്ഞു, ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ കുറഞ്ഞു. കടമെടുക്കുന്നത് കഴിഞ്ഞ 5 ഗവൺമെൻറ്റുകളുടെയെങ്കിലും കണക്ക് ഞാൻ എടുത്തു നോക്കി. ഇപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ കേരളം കടക്കണിയിലാണ്, ഖജനാവ് പൂട്ടും, അവിടെ പൂച്ച എത്തി കിടക്കുന്നു, അല്ല പൂച്ച പറ്റി കിടക്കുന്നു, ഇതൊന്നുമില്ല. നിന്ന് പോകുന്നായിരുന്നല്ലോ സ്ഥിരമായി എഴുതിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഇവിടുന്ന് തന്നെ ഇറങ്ങുന്ന അവർ നന്ദി പറഞ്ഞു ഞാൻ നിയമസഭയിൽ. ആ പത്രം ആദ്യം എഴുതി നവകേരള കടം, വല്ലാത്ത വെള്ളത്തിലേക്ക് മുങ്ങുന്നു കേരളം. പക്ഷേ CNAG റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞു കേരളത്തിൽ അങ്ങനെ അധികം അപകടകരമായ കടമില്ലാന്ന് അവരത് റിപ്പോർട്ട് ചെയ്തു, മനോരമ. ഞാനത് നന്ദി പറഞ്ഞു, കാരണം 2 റിപ്പോർട്ട് ചെയ്തല്ലോ. CNAG റിപ്പോർട്ട് ഇപ്പോൾ പറഞ്ഞു കേരളം ഇന്ത്യയിലെ അങ്ങനെ മോശമായ തരത്തിലേക്ക് പോയിട്ടില്ല. അതിനൊരു ചില കണക്കുകളുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരു 30 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഓരോ 5 വർഷം കഴിയുമ്പോഴും 90%, 100% കടം വർദ്ധിക്കും. അങ്ങനെ ഇൻഫ്ലേഷൻ വരുന്നതുകൊണ്ടും വരാം, വരുമാനം വരുന്നതുകൊണ്ടും വരാം. VS ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അവസാനത്തെ വർഷം 80,000 കോടിയായിരുന്നു ആകെ കടം. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് 5 വർഷം കഴിഞ്ഞപ്പോൾ അത് 1,56,000 കോടിയായി. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആ വർഷം അവിടെ തുടങ്ങി 1-ാം പിണറായി സർക്കാർ വന്നപ്പോൾ 1,56,000 എന്നുള്ളത് 2,96,000 ആയി. എല്ലായിടത്തും നിങ്ങൾ നോക്കിക്കോ, 90% അടുത്തുണ്ട്, 100% ഉള്ളതുകൊണ്ട്. 2,96,000 നിന്നും 2-ാം പിണറായി സർക്കാർ വന്ന് 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ എത്ര വരണം? 6 ലക്ഷം കോടി വരണ്ടേ? 5,90,000 കോടി വരണമല്ലോ. അതുകൊണ്ടാണ് സാധാരണ എക്കണോമിക്സ് ഇങ്ങനെ പിന്നെ വീഡിയോയിൽ പറയുന്ന ഒരു ടീച്ചറുണ്ട്, ഞങ്ങളുടെയൊക്കെ ടീച്ചർ പറഞ്ഞു കേരളം 6 ലക്ഷം കോടി കടമെടുത്തതാ മുടിഞ്ഞു താന്നിരിക്കുന്നു എന്നൊക്കെ അവർ എഴുതി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനില്ല, 6 ലക്ഷം കോടി കിട്ടാനുള്ള അർഹതയുണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റ് കാലാവധി, ഈ 5 വർഷ കാലാവധി കഴിയുമ്പോൾ 4,70,000 കോടിയെ നമുക്ക് എടുക്കാൻ സമ്മതിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 25 വർഷത്തെ ഗവൺമെൻറ്റുകൾക്ക് കിട്ടിയ കടത്തിൻ്റെ എടുക്കാൻ പറ്റുന്ന കണക്കനുസരിച്ച് നോക്കിയാൽ കിട്ടേണ്ടതിനേക്കാളും 1,25,000 കോടി കുറവാണ് ഈ സമയത്ത് കിട്ടിയത്. എന്നിട്ടും ഇത്രയൊക്കെ ശ്വാസം മുട്ടിച്ചിട്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതിനെന്താ കാര്യം? നമ്മൾ നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് എല്ലാവരും ചേർന്ന് കുറേ പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്ക് 47,000 കോടി ഉള്ളായിരുന്നു കോവിഡ് കഴിഞ്ഞ സമയം, വല്ലാത്തൊരു പ്രതിസന്ധി കാലത്തായിരുന്നു. 47,000 കോടി ഉള്ള സമയത്ത് നിന്ന് നമുക്കിപ്പോൾ 76,000, ഈ വർഷം കഴിയുമ്പോഴത്തേക്ക് 80,000 കോടിയിലേക്ക് തനത് നികുതി വരുമാനം വന്നു. നമ്മുടെ നോൺ ടാക്സ് റവന്യൂ 7,000 കോടിയിൽ നിന്ന് അതൊരു 10,20,000 കോടിയിലേക്ക് എത്തും. അങ്ങനെ നമ്മുടെ തനത് വരുമാനം 1 ട്രില്യൺ 1 ലക്ഷം കോടിയിലേക്ക് ഈ വർഷം അവസാനം എത്തുമ്പോൾ വരുമെന്നാണ്. ആ വർധനവ് വന്നതാണ്. ഏകദേശം 50,000 കോടിക്ക് അടുത്ത് നികുതിയൊന്നും വർദ്ധിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോളൂ, കഴിഞ്ഞ 4 വർഷമായിട്ട് വില വർദ്ധിപ്പിക്കാത്തൊരു സാധനം മദ്യമാണ്. മദ്യത്തിൻ്റെ വില അങ്ങനെ അത് വേറൊന്നും കൊണ്ടല്ല, ഈ എക്സൈസ് ഇതിന് വില കൂട്ടിക്കഴിഞ്ഞാൽ ഡ്രഗ്സ് കൂടുമെന്നൊരു ഇതുള്ളതുകൊണ്ട് നമ്മളത് കൂട്ടിയിട്ടില്ല. ഇടയ്ക്കൊരു കുപ്പിക്കെങ്ങാണ്ട് ഒരു 10 രൂപ 20 രൂപ മേടിച്ചോണ്ടെണ്ണം വലിയ വാർത്ത വന്നല്ലോ, ഒരു സെസ് മദ്യത്തിൻ്റെ കൂട്ടിയിട്ടേ ഇല്ല. ഇത് വെച്ചിട്ടാണ് നമുക്ക് തന്നെ കൂട്ടാൻ പറ്റുന്നത് മദ്യവും പെട്രോളിന് കൂട്ടാനേ പറ്റില്ലല്ലോ. ബാക്കി മൊത്തം GST അവരാണ് ഇഷ്ടംപോലെ തീരുമാനിക്കുന്നത്. അപ്പം അവിടെ കൂട്ടാൻ പറ്റാതിരുന്നിട്ട് പോലും നമ്മുടെ തരുന്ന വരുമാനം നമുക്ക് എല്ലാവരും ചേർന്ന് കേരളം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ചു. GSTയുടെ കാര്യത്തിൽ വലിയ നഷ്ടം വന്ന് ഞാനത് വിശദീകരിക്കുന്നില്ല. GST നടപ്പിലാക്കുന്ന സമയത്ത് കേരളത്തിന് ആകെ 100 രൂപയുടെ സാധനം വിറ്റാൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് 100 രൂപയുടെ സാധനം വിറ്റാൽ 14 രൂപ ടാക്സ് ഉണ്ടായിരുന്നു. ഓരോ വർഷവും അത് 14% വെച്ച് വർദ്ധിപ്പിക്കുന്ന ഒരു തരത്തിലാണ് GST നടപ്പിലാക്കിയത്. ആ 14 രൂപ എന്നുള്ളത് ഇടക്കാലത്ത് അത് അവർ ഏകപക്ഷീയമായിട്ട് കുറച്ചു, 11 അതിൻ്റെ ഗുണം കസ്റ്റമേഴ്സിന് കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ അത് വീണ്ടും കുറച്ചു. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞു കസ്റ്റമേഴ്സിന് ഈ ഗുണം കിട്ടണം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ നഷ്ടം സംസ്ഥാനങ്ങൾക്കുള്ളത് വരണം. നമുക്കിപ്പോൾ 10,000 കോടിയെങ്കിലും ഒരു വർഷം പോകുന്ന കണക്ക്. കാരണം GST എന്ന് പറയുന്ന സമ്പ്രദായം വന്നതോടുകൂടി നമ്മുടെ ഞാനീ പറഞ്ഞ പെട്രോളും ഡീസലും അതുപോലെ തന്നെ മദ്യം ഒഴിച്ച് മുഴുവൻ സാധനങ്ങളും അതിനകത്താണ് വരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വേണ്ടി ബീഹാറും മറ്റ് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പ്രഖ്യാപിച്ചതാണ്. എല്ലാ ഗവൺമെൻറ്റുകളും, സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇൻറ്റേർണലി പരസ്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല, BJP ഗവൺമെൻറ് ഉൾപ്പെടെ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ നഷ്ടം വരും.
അതിൻ്റെ അനുഭവം ഇപ്പോൾ ഉണ്ട്. മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, പിന്നെ കൈരളി, എല്ലാവരും ഇപ്പോൾ മറ്റ് ചാനലുകൾ, ഇംഗ്ലീഷ് ചാനലുകൾ, പത്രങ്ങളൊക്കെ ഒരു സ്റ്റഡി നടത്തി. സാധനങ്ങൾക്ക് ടാക്സ് കുറച്ചെങ്കിലും അത് എഫക്റ്റീവ്ലി ആൾക്ക് കിട്ടുന്നില്ല. ഓട്ടോമൊബൈൽസിനും വലിയ വിലയുള്ള സാധനങ്ങൾക്കൊക്കെ ടാക്സിൻ്റെ കുറവ് കിട്ടുന്നുണ്ട്. ഈ നികുതി കുറച്ചത് തന്നെ ആളുകൾ വിചാരിക്കുന്നത് ജനങ്ങളെ സഹായിക്കാനാണെന്ന്. അല്ല. ട്രംപ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാം. ട്രംപ് പറഞ്ഞു, ഇന്ത്യൻ എക്കണോമി ആൻഡ് റഷ്യൻ എക്കണോമീസ് ആർ വെരി ബാഡ് എക്കണോമീസ് ബിക്കോസ് their tariff rates are very huge, high. ഇമ്പോർട്ടും എക്സ്പോർട്ടും അല്ല ആ താരിഫ് ഉദ്ദേശിച്ചത്. ഇന്റേണൽ താരിഫ് മീൻസ് ദ താരിഫ് ഓഫ് ഇന്റേണൽ പ്രൊഡക്ട്സ്, ദാറ്റ് മീൻസ് GST. ഇന്ത്യയിലെ GST കൂടുതലാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, പാർലമെന്റിൽ രാഹുൽ ഗാന്ധി അന്ന് പ്രസംഗിച്ചതാ ഇന്ത്യൻ എക്കണോമിയെ പറ്റി ട്രംപ് ഇതാണല്ലോ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ത്യയെ പറ്റി മോശമായിട്ട് പറഞ്ഞു, അമേരിക്കയ്ക്ക് അനുകൂലമായി പറഞ്ഞെന്ന് കോൺഗ്രസിൻ്റെ ചില മെമ്പർമാർ പറഞ്ഞിരുന്നു 3-4 മാസം മുമ്പ്. അതിനുശേഷമാണ് ഈ താരിഫ് ബാറൊക്കെ വന്നത്, ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും വന്നത്. എന്തുകൊണ്ടാണ് ഇന്റേണൽ താരിഫ് കുറയ്ക്കണമെന്ന് പറഞ്ഞത്? ഇപ്പോൾ UK ആയിട്ടൊരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില സാധനങ്ങൾക്ക് വില കുറച്ചു. റോൾസ് റോയ്സിന്, ജാഗ്വറിന് ഒക്കെ വില പെർസെൻറ്റേജ് കുറച്ചു. 70% ഉള്ളത് 10% ഇമ്പോർട്ട് ഡ്യൂട്ടി. വലിയ വില കൂടിയ വിസ്കികളുടെ കുറച്ചു. എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുക? 1,70,000 രൂപ ഉണ്ടായിരുന്നു ഒരു ജാഗ്വാറിന് ഇരിക്കട്ടെ. അതിൻ്റെ 50% കുറച്ചപ്പം അത്, അല്ലെങ്കിൽ 70% എന്നുള്ളത് 10% ആക്കിയപ്പം ആ വണ്ടിയുടെ 1,70,000 എന്നുള്ളത് 1,10,00,000 ആവും. 10,00,000 ടാക്സ് ഉള്ളൂ. ഇത് ഇന്ത്യ വരും. ഇന്ത്യയിൽ അതുവരെ ഉണ്ടായിരുന്ന വളരെ ഹൈ റേറ്റാണ്. ആ റേറ്റ് വന്നിട്ട് 10% കുറച്ചാൽ 90 ലക്ഷത്തിന് ജാഗ്വർ ഇവിടെ കിട്ടും. അപ്പോൾ ജാഗ്വറും ഈ പറഞ്ഞ മറ്റ് വണ്ടികളും ഇറക്കുമതി ചെയ്യുന്നവർ, ലാൻഡ് റോവറോ മറ്റൊക്കെ ഇറക്കുമതി ചെയ്യുന്നവർക്ക് അത്രയും കുറച്ചുകൂടെ വണ്ടി മേടിക്കാം വണ്ടി മാർക്കറ്റിൽ. ഇത് വലിയ സാധനത്തിൻ്റെയാണ്. ഇനിയിപ്പം നിങ്ങൾ എടുത്തോളൂ, ടെലിവിഷൻ എടുത്തോളൂ, വലിയ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങൾ എടുത്തോളൂ. ഇന്റേണൽ താരിഫ് കുറഞ്ഞാൽ ഇന്ത്യയിലെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൂടുതൽ വിൽക്കാം. അവർക്ക് അവരുടെ മാർക്കറ്റ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിത് പറയുന്നത്, അല്ലാതെ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടല്ല. എന്തായാലും അത് വന്നു, അതും നമ്മളെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ നേരത്തെ 2017 GST നടപ്പിലാക്കുമ്പോൾ അന്ന് 14% വരെ 14% വരെ SOTR എന്ന് പറയും. SOTR അല്ല, അതിന് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയും. അന്നുണ്ടായിരുന്ന റവന്യൂവിൻ്റെ അതേ റേറ്റ് നോക്കിയാൽ 14% ഉണ്ടായിരുന്നത് ഇപ്പോൾ 9%-ലേക്ക് 8%-ലേക്ക് പോകുമ്പോൾ സംസ്ഥാനങ്ങളുടെ ആകെ റവന്യൂവിനെ ബാധിക്കും. റവന്യൂവിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ താഴെ ഏറ്റവും സാധാരണക്കാരന് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള പണമില്ലാതെ വരും. ഇതെല്ലാമാണ് കേന്ദ്രം നടപ്പിലാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇതിനെയൊക്കെ നേരിട്ടുകൊണ്ട് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഇത്രയും കടം വെട്ടിക്കുറച്ചു, പണം വെട്ടിക്കുറച്ചു, എന്നിട്ടും വലിയ ബാധ്യതയൊന്നും ഇല്ലാതെ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു. ഞാനീ പറഞ്ഞ കാഴ്ചപ്പാടോടുകൂടി അടുത്ത ഭാവിക്ക് വേണ്ടി നമ്മുടെ കേരളീയരെ, പുതിയ തലമുറയെ, പ്രായമുള്ളവരെ എല്ലാവരും സംരക്ഷിക്കാനുള്ള നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്. നമ്മളിങ്ങനെ വിട്ടുകൊടുക്കാനും കീഴ്പ്പെടാനും ഇങ്ങനെയൊക്കെ ശ്വാസം മുട്ടിച്ചാലും കീഴ്പ്പെടാൻ തീരുമാനിച്ചിട്ടില്ല. 50,000 കോടി രൂപയിലധികമാണ് ഒരു വർഷം വരുമാനത്തിൽ കുറവ് വന്നേ. അതിനെ നേരിട്ടുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് കുടിശ്ശികയൊക്കെ നിൽപ്പുണ്ട്. KSFE ജീവനക്കാർക്ക് ബാധകമല്ലാത്ത കുടിശ്ശിക DA ആണ്. ആകെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ DA കുറച്ച് കൊടുക്കാറുണ്ട് എന്നല്ലാതെ അതും വലിയ തുകയൊന്നുമില്ല. അതല്ലാതെ ഒരു ബാധ്യതയും ഇങ്ങനൊരു സാഹചര്യമായിട്ടും കേരളത്തിൽ നിലനിൽക്കുന്നില്ല. അത് കൊടുക്കാനുള്ളതൊന്നും കൊടുക്കാതിരിക്കുകയോ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ഗവൺമെൻറ്റല്ല. പക്ഷേ ഇത്രയും ശ്വാസം മുട്ടിച്ച് നിൽക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറയുന്നതേ ഉള്ളൂ. ആ ഒരു സമീപനം തുടരുന്നിടത്താണ് നിങ്ങൾ പിന്നെ ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നതെന്ന് അവർ ചോദിക്കുന്നത്. നിങ്ങൾ 30,000 പേരെ ജീവനക്കാരെ എടുത്തു. PSCയിൽ നിന്ന് 2 ഗവൺമെൻറ്റുമായി ചേർന്നെടുത്തത് 6 ലക്ഷത്തോളം പേരെയാണ് പുതുതായിട്ട്. പിന്നെ ഈ സമയത്ത് പിന്നെ എനിക്ക് തോന്നുന്നു 3-3.25 ലക്ഷം പേരെ ആണ് പുതുതായിട്ട് 2 ഗവൺമെൻറ്റുമായിട്ട് അപ്പോയിൻമെൻറ്റ് വന്നത്. 1ാം ഗവൺമെൻറ് 2ാം ഗവൺമെൻറ് പുതിയ പോസ്റ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അത്രയും അപ്പോയിൻമെൻറ്റ് നടത്തി. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രംഗത്തും പണം കുറയ്ക്കുകയല്ല. ഞാനത് ഓരോന്നിൻ്റെയും കണക്കെടുത്ത് പറയുന്നില്ല. KSRTC സാമൂഹ്യക്ഷേമ പെൻഷൻ തന്നെ UDF സമയത്തുള്ളതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. KSRTC ഒരു ഘട്ടത്തിൽ എന്നും വാർത്ത വന്നുകൊണ്ടിരുന്നു, KSRTC ശമ്പളം കിട്ടുന്നില്ല, പെൻഷൻകാർ ദുരിതത്തിലാണ്, ആത്മഹത്യ ചെയ്യുന്നു. പെൻഷന് 73 കോടി രൂപയാണ് ഒരു മാസം സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നത്. ശമ്പളത്തിന് കോവിഡ് സമയത്ത്, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ്, കോവിഡ് വന്നതിന് ശേഷം ഇങ്ങോട്ട് ശമ്പളത്തിന് 50 കോടി രൂപ ഒരു മാസം കൊടുക്കുകയാണ് ഇപ്പോഴും. ആകെ ശമ്പളം 83 കോടി, 80 കോടി, 50 നമ്മളാണ് കൊടുക്കുന്നത്. ഇനിയും ദിവസ വരുമാനം ഒത്തിരി വർദ്ധിച്ചാലേ പറ്റൂ. ഒരു ദിവസം ശരാശരി 5 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് KSRTCക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. മാറ്റിവെക്കുന്ന അറിഞ്ഞിട്ട് തന്നെയാണ്. KSRTC നിലനിൽക്കേണ്ട ആവശ്യമാണ്. പുതിയ സൗകര്യങ്ങൾ വരണം, ബസ്സുകൾ വരണം, തൊഴിലാളികൾക്കും ജീവനക്കാർക്കും സൗകര്യം വേണം. അതെല്ലാം മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും നടക്കുന്നതിനൊപ്പം ദുർബലമായി പോയതിനെ പിടിച്ചുയർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്.
അത് നടത്തിക്കൊണ്ട് പോകുന്നൊരു ഗവൺമെൻറ്. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല പലരും എന്നുള്ളത് നമ്മൾ കാണണം. അവിടെ നിന്നുകൊണ്ടാണ് KSFE പോലുള്ള പ്രസ്ഥാനത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമം വേണ്ടത്. KSFEയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ വളരെ നന്നായി നടത്തുന്നതിൽ വലിയ പങ്ക് ജീവനക്കാർക്ക് തന്നെയാണ്. ഇനിയും അത് കൂടുതൽ ചിട്ടപ്പെടാനുണ്ട്, കുറച്ചുകൂടി മോഡേണൈസ് ചെയ്യാനുണ്ട്. മോഡേണൈസ് പറഞ്ഞാൽ ടെക്നോളജി നല്ലപോലെ ഉപയോഗിക്കണം, കൂടുതൽ ആളുകളിലേക്ക് എത്തണം. കേരളത്തിൽ ചിട്ടി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റിന്, മ്യൂച്വൽ ഫണ്ടിന് ഒക്കെ പറ്റുന്നതിനേക്കാളും നല്ല ഒരു പ്രൊഡക്റ്റാണ് എന്ന തരത്തിലേക്കുള്ള ഡെവലപ്മെൻറ്റ് നടക്കുകയാണ്. നമ്മൾ ഇൻറ്റേർണലി ചെയ്യേണ്ട കാര്യങ്ങൾ ധാരാളം കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഈ മേഖലയിൽ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഗവൺമെൻറ്റിൻ്റെ സമീപനം എത്രയും പെട്ടെന്ന് വരണം. അതിന് യാതൊരു സംശയവും. ശമ്പള പരിഷ്കരണമുള്ള കാര്യങ്ങൾ മാനേജ്മെൻറ്റ് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ പറയാൻ ഞാൻ ഈ സമയം എടുക്കുകയാണ്. കാരണം അത്തരം ആനുകൂല്യങ്ങളും സംതൃപ്തമായ ജീവനക്കാരും സംതൃപ്തമായ സംവിധാനവും ഉണ്ടാകുക എന്നുള്ളത് സർക്കാരിൻ്റെ കാഴ്ചപ്പാടാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഈ 1 കോടി ബിസിനസ്സിലേക്ക്, 1 കോടി കസ്റ്റമേഴ്സ് എന്നുള്ളതിലേക്ക് എത്തിക്കാനും 1000 ബ്രാഞ്ച് എന്ന നിലയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനവും അടുത്ത ഘട്ടമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അത്രയും കൂടുതൽ ആളുകൾ തീർച്ചയായിട്ടും KSFE കുടുംബത്തിലേക്ക് കടന്നു വരും, ജോലിക്കായിട്ടും പറ്റും. അപ്പോൾ അത് ഏറ്റവും കൃത്യമായി നടപ്പിലാക്കി കൊണ്ടുപോകാനുള്ള സമീപനം എടുക്കണം. KSFEയെ സംബന്ധിച്ച് KSFE കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിലും സഹകരണത്തിലും വളരെ സജീവമായി ഇടപെടുന്നതും വിവിധ പ്രവർത്തനങ്ങളെ, ഇപ്പോൾ പെൻഷൻ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ലാഭകരമായ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ, അല്പം ശതമാനം കൂടുതൽ പണം മേടിച്ചുകൊണ്ട് തന്നെ പലപ്പോഴും നിക്ഷേപ സർക്കാരിലേക്ക് ഇട്ട് ആ കാര്യത്തിൽ ഉൾപ്പെടെ പങ്കാളികളാവുന്നതാണ് KSFEയുടെ ജീവനക്കാരും KSFE മാനേജ്മെൻറ്റും. ആ പ്രവർത്തനങ്ങൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ ശക്തമായിട്ട് ഈ പ്രവർത്തനങ്ങളാകെ ഏറ്റെടുക്കുവാനും KSFEയുടെ ആകെ പ്രവർത്തനം കഴിയട്ടെ, KSFE OUവിൻ്റെ പ്രവർത്തനം കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ നന്മകളെ സംരക്ഷിക്കാനുള്ള പൊതുവായിട്ടുള്ള സമീപനവും രാഷ്ട്രീയവും രാജ്യത്തിന് വേണ്ടി എടുക്കുന്ന നിലപാടുകൾ വളരെ പ്രധാനമാണ്. ആ നിലപാടുകൾ ശക്തിപ്പെടുത്താനുള്ള പൊതു സമീപനം കൂടി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഈ സമ്മേളനം വളരെ ഗൗരവമായി ഈ പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുമെന്നും കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.